ക്രിസ്മസിൻ്റെ തൊട്ടടുത്ത ദിവസം കത്തോലിക്ക സഭ ആഘോഷിക്കുന്നത് വിശുദ്ധ സ്റ്റീഫൻ്റെ തിരുനാളാണ്. കത്തോലിക്ക സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി. ജനനത്തിൻ്റെ തൊട്ടടുത്ത ദിവസം നമ്മളൊക്കെ ഓർക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി മരിച്ച ഒരാളുടെ രക്തത്തെക്കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഈ രക്തസാക്ഷിത്വം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ക്രിസ്തു ജനിച്ചത് സന്തോഷമാണ്, എന്നാൽ ക്രിസ്തു ജനിച്ചത് മരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മരണമാണ് അവനെ ഈ ഭൂമിയിൽ രക്ഷ കൊണ്ടുവരാൻ കാരണമായത്. മരണം ഏറ്റവും മനോഹരവും സുന്ദരമായ ഒരിടമാണെന്ന് ഓർമ്മിപ്പിച്ചത് ക്രിസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം വിശുദ്ധ സ്റ്റീഫൻ്റെ രക്തസാക്ഷിത്വം ആഘോഷിക്കുമ്പോൾ നൽകുന്ന പാഠം എന്താണ്? ക്രിസ്തുവിന് വേണ്ടി ജനനത്തിൻ്റെ സന്തോഷത്തിൽ മാത്രം മുഴുകേണ്ടവരല്ല നമ്മൾ, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകേണ്ടവരാണ്. എത്രത്തോളം ക്രിസ്തുവിന് വേണ്ടി പീഡകൾ സഹിക്കാൻ, എത്രത്തോളം ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ക്രിസ്തുവിൻ്റെ അടുത്താണ്. ക്രിസ്തുവിൻ്റെ ജനനം നമ്മൾ കാണുന്നതല്ലേ? സന്തോഷം കൊണ്ടല്ലല്ലോ എല്ലാവരും ക്രിസ്തുവിൻ്റെ ജനനത്തിൽ വഴിതെളിച്ചത്. മാതാവും യോസേപ്പ് പിതാവും സഖറിയയും എലിസബത്തും ഒക്കെ എന്തുമാത്രം ദുർഘടമായ ഇടങ്ങളിലൂടെ കടന്നുപോയാണ് ക്രിസ്തുവിന് അവർ ജന്മം നൽകിയത്. ഇങ്ങനെ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ ജനനം ഒരു സങ്കടത്തിൻ്റെ വഴികളായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കണം, ക്രിസ്തുവിലേക്ക് എത്താനുള്ള വഴി പോലും സങ്കടമാണ്, ക്രിസ്തുവിലേക്ക് എത്താനുള്ള ഇടം പോലും ദുഃഖമാണ്, രക്തമാണ്. അങ്ങനെ ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ നേടിയെടുക്കുക എന്നാൽ രക്തം ചിന്തുക എന്നുകൂടി അർത്ഥമുണ്ട്. പൗരോഹിത്യത്തിൻ്റെ മനോഹരമായ പാഠം പഠിപ്പിച്ചൊരു വൈദികൻ എപ്പോഴും ഓർമ്മിപ്പിച്ചൊരു വാക്കെന്താണെന്നറിയോ? ക്രിസ്തു രക്തം ചിന്തിയാണ് പൗരോഹിത്യം സ്ഥാപിച്ചത്. അതുകൊണ്ട് രക്തം ചിന്തി പൗരോഹിത്യം നേടിയെടുക്കണം. ഈ ഒരു ദിവസം മാറ്റി ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്തുവിലേക്ക് എത്താനുള്ള വഴി പോലും രക്തം ചിന്തിയാണ്. ക്രിസ്തു രക്തം ചിന്തിയാണ് ഈ ഭൂമിയിൽ മനുഷ്യരെ നേടിയെടുത്തത്. അങ്ങനെയാണെങ്കിൽ നമ്മളും രക്തം ചിന്തി ആ ക്രിസ്തുവിനെ നേടിയെടുക്കണം. അതാണ് ഈ ക്രിസ്മസ് നാളുകൾ നമുക്ക് നൽകിയ ഏറ്റവും മനോഹരമായ പാഠം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനാദ്യത്തെ രക്തസാക്ഷി എസ്തപ്പാനോ സഹദായേ. കർത്താവിനാദ്യത്തെ രക്തസാക്ഷി എസ്തപ്പാനോ സഹദായേ. പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി നീ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവിനാദ്യത്തെ രക്തസാക്ഷി എസ്തപ്പാനോ സഹദായേ. ഉഴവൂർ പള്ളിയിൽ വാണിടുന്ന, ഉലകം മുഴുവനും വണങ്ങിടുന്ന, ഉഴവൂർ പള്ളിയിൽ വാണിടുന്ന, ഉലകം മുഴുവനും വണങ്ങിടുന്ന വിശുദ്ധനേ പ്രാർത്ഥിക്കണേ, നിൻ മുൻപിൽ അണയും നീ ദാസർക്കായി. വിശുദ്ധനേ പ്രാർത്ഥിക്കണേ, നിൻ മുൻപിൽ അണയും നീ ദാസർക്കായി. തന്നീർക്കുപായുന്ന കല്ലുകളോരോന്നും പൂവർഷമായി മാറ്റി സഹനത്തിൻ സഹദ. തന്നീർക്കുപായുന്ന കല്ലുകളോരോന്നും പൂവർഷമായി മാറ്റി സഹനത്തിൻ സഹദ. നിണമിറ്റു വീഴുന്ന നേരവും തൻ വിശ്വാസം പൊഴിയാതെ കാത്തവനേ. നിണമിറ്റു വീഴുന്ന നേരവും തൻ വിശ്വാസം പൊഴിയാതെ കാത്തവനേ. വിശുദ്ധനേ പ്രാർത്ഥിക്കണേ, നിൻ മുൻപിൽ അണയും നീ ദാസർക്കായി. വിശുദ്ധനേ പ്രാർത്ഥിക്കണേ, നിൻ മുൻപിൽ അണയും നീ ദാസർക്കായി.
വിശ്വാസം നേടി സാക്ഷിയായോനെ പാവനാത്മാവിൻ പരിപൂർണ നിറവിൽ വിശ്വാസം നേടി സാക്ഷിയായോനെ വിശ്വാസം പൊലിയുന്ന വേളയിൽ മാർഗദർശിയായി വാണിടുക വിശ്വാസം പൊലിയുന്ന വേളയിൽ മാർഗദർശിയായി വാണിടുക വിശുദ്ധനേ പ്രാർത്ഥിക്കണേ നിൻ മുൻപിൽ അണയുന്നീ ദാസർക്കായി വിശുദ്ധനേ പ്രാർത്ഥിക്കണേ നിൻ മുൻപിൽ അണയുന്നീ ദാസർക്കായി കല്ലേറിൻ വേദന സഹനമായി മാറ്റി കർത്താവിൻ സാക്ഷിയായി മാറിയ സഹദേ കല്ലേറിൻ വേദന സഹനമായി മാറ്റി കർത്താവിൻ സാക്ഷിയായി മാറിയ സഹദേ കൈകളിൽ കല്ലും തൂവാലയുമേന്തി നിൻ മാധ്യസ്ഥം തേടി വന്നണയുന്നു കൈകളിൽ കല്ലും തൂവാലയുമേന്തി നിൻ മാധ്യസ്ഥം തേടി വന്നണയുന്നു വിശുദ്ധനേ പ്രാർത്ഥിക്കണേ നിൻ മുൻപിൽ അണയുന്നീ ദാസർക്കായി വിശുദ്ധനേ